ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കാവേരി ആണെങ്കിലോ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഇന്നത്തോടു കൂടി തന്നെ വർഷ നിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ വിവേകാണെങ്കിലോ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവേകിനെ കാണുന്ന നമ്മുടെ ശിവയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ആ വിവേക്, ഞാനിവിടെ ചേച്ചിയൊന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ ഒന്നും അല്ല. സമയം തന്നെ അവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഇനി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സമ്മതിക്കുമോ, അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് ചേരി ചെല്ലുമ്പോൾ എന്തായിരിക്കും കാണുക എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെ അവൾ പേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് വിവേക് ഞാൻ മേലെ പോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. വിവേക് അങ്ങനെ മേലെ കയറി പോകുന്നു. ആ സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൈ എടുക്കുന്നുണ്ട് കേട്ടോ വർഷയുടെ. ആ സമയത്താണ് വിവേക് അവിടെ എത്തുന്നത്. എന്താ കാവേരി കാണിക്കുന്നത്? അപ്പോഴത്തേന് ഇഞ്ചക്ഷനൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, വിവേക് വന്നോ? ഇന്ന് ഇച്ചിരി നേരത്തെയാണല്ലോ. ഞാൻ വർഷയൊന്ന് കാണാനായിട്ട് വന്നതാണെന്ന് പറയുന്നു. പിന്നെ വിവേകിന് ജോലിയൊന്നുമില്ലേ? എപ്പം നോക്കിയാലും വിവേക് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും ജോലിക്ക് പോകണമെന്നുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പറയുന്നതും കേട്ടിട്ടില്ല. അപ്പോൾ അത് പിന്നെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു കമ്പനി നടത്തുന്നുണ്ട്. ഞാനില്ലെങ്കിലും അവരത് മാനേജ് ചെയ്തോളൂ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതിനുള്ള ക്യാഷൊക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേനും അതൊക്കെ എൻ്റെ സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ വലിയ കാശുകാരനാണല്ലേ വിവേക് എന്ന് പറയുന്നു. ഞാൻ അത്ര വലിയ കാശുകാരനൊന്നല്ല. മമ്മിക്ക് കുടുംബപരമായിട്ട് നല്ല സ്വത്തും സമ്പാദ്യമൊക്കെ ഉള്ള ആളാണ് എൻ്റെ മമ്മി എന്ന് പറയുന്നു. ഓരോ കാര്യങ്ങൾ കാവേരി വിവേകിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കാവേരിക്ക് അപ്പോഴും സാധിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് നമ്മുടെ അഞ്ജുവിനെ കാണിക്കുന്നത് കേട്ടോ. ആ സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട്, അതായത് വർഷയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ഇന്നലെ കണ്ട ഒന്നും വെറുതെ ആണെന്ന് തോന്നണ്ട, കാരണം അവളുടെ അസുഖം മാറുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. കണ്ണുകൾ ചലിപ്പിച്ചതും കൈ മുറുകെ പിടിച്ചതൊക്കെ ഇതിൻ്റെ തന്നെ ലക്ഷണമാണ് വിവേക്. എത്രയും പെട്ടെന്ന് വർഷയ്ക്ക് ഭേദമായി വരുമെന്ന് കാവേരി പറയുന്നുണ്ട് കേട്ടോ വിവേകിനോട്. പിന്നീടാണെങ്കിലോ അഞ്ജു എല്ലാ സ്ഥലത്തും ഡെലിവറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വേറെ ആ ഒരു പാക്കറ്റുകളും കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ പാക്കറ്റിൽ എന്താണെന്നുള്ളത് അഞ്ജുവിന് ഒട്ടും അറിയില്ലല്ലോ. അത് കാരണം അവൾ ആ പാവം തന്നെ അതൊരു ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് നമ്മുടെ വിവേകിനെ തന്നെയാണ് കേട്ടോ. എന്തായാലും കാവേരി ഇതൊക്കെ ചോദിച്ചല്ലോ. ഇപ്പോൾ കാവേരിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. വർഷം എന്തായാലും തിരിച്ചു വരട്ടെ എന്ന് പറയുന്നു. പിന്നെ വിവേകിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും എൻ്റെ വീട്ടിൽ മമ്മിയും ഡാഡിയും പിന്നെ ഇവളുമാണുള്ളത്. അങ്ങനെ വർഷയെ എങ്ങനെയാണ് വിവേക് കണ്ടുമുട്ടിയതെന്ന് ചോദിക്കുന്നു കേട്ടോ. അത് ഞാനൊരു സ്ഥലം വരെ പോകുന്ന സമയത്ത് എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഓടി കയറുകയാണ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായി കണ്ടത് അങ്ങനെയാണെന്നോ ചോദിക്കുന്നു. അത് യാദൃശികമായിട്ടായിരുന്നു. പിന്നെ അവളെ കണ്ട് എനിക്ക് അവളോട് പിരിയാൻ പറ്റാത്ത ബന്ധമായി എന്നുള്ള രീതിയിലൊക്കെ വിവേകം സംസാരിക്കുന്നു കേട്ടോ. പെട്ടെന്നാണെങ്കിലോ അഞ്ചു ഒരു കടയിൽ കയറിയിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുന്ന സമയത്താണ് ഫോണിൽ ഫോട്ടോ കാണുന്നത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് വർഷയുടെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ. അങ്ങനെയാണെങ്കിൽ നാളെയാണല്ലോ വർഷയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൾ എത്ര സന്തോഷവാനായിരുന്നു, ഇനിയിപ്പോൾ ചോദിക്കട്ടെ എന്ന രീതിയിലൊക്കെ പറഞ്ഞു നിൽക്കുന്നു. പിന്നീടാണെങ്കിലോ ശിവ എന്തായാലും ഒരു ജ്യൂസുമായിട്ട് വരുന്നുണ്ട് കേട്ടോ, കാവേരിക്കും വിവേകിനും കൊടുക്കാനായിട്ട്. അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്തു. കാവേരി കഴിഞ്ഞു ചോദിക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞു, ഞാനെന്തായാലും ഡ്രസ്സ് മാറ്റിയിട്ട് പോകാനായിട്ട് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടേക്ക് അബി വരുന്നുണ്ട്. അബി എങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്? അത് പിന്നെ ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയതാണെന്ന് പറയുന്നു. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കാവേരി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ കാവേരിക്കാണെങ്കിലോ ആ ഇഞ്ചക്ഷൻ വർഷയിൽ കൊടുക്കാതിരുന്നതിൽ വളരെയധികം ദേഷ്യമുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ അബി എന്തിനാണ് പുറത്ത് പോയതെന്ന് വിവേക് ചോദിക്കുന്നു. പിന്നെ അത് ശരത്തേട്ടൻ്റെയും ചേച്ചിയുടെയും കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു, അപ്പോൾ അതെടുത്ത് കൊടുക്കാനായിട്ട് പോയതാണ്. ഇപ്പോൾ അവരുടെ പൈസയുടെ ചെറിയൊരു എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. എത്ര വിശ്വസ്തയോടുകൂടി തന്നെയാണെന്നറിയോ അവർ ഞങ്ങളിതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആരെങ്കിലും ഇത് ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ അപ്പോൾ വിവേകിൻ്റെ മുഖം വല്ലാണ്ട് മാറുന്നുണ്ട് കേട്ടോ, കാരണം എന്തോ ഒരു സംശയം പോലെ തോന്നുന്നു. പിന്നെ അഞ്ജു ആണെങ്കിലും വിവേകിനോട് വിളിച്ച് വർഷയുടെ ബർത്ത്ഡേ നാളെയാണെന്നുള്ള രീതിയിൽ പറയുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ, വിവേകിന് അറിയാം, പക്ഷേ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ വിവേക് വർഷയുടെ ബർത്ത്ഡേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് വർഷയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതും വർഷ വിവേകിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ബർത്ത്ഡേക്കാണെങ്കിൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അടുത്ത ബർത്ത്ഡേക്ക് മാത്രമല്ല ഇനി അങ്ങോട്ടും എന്നും വർഷ ഈ വിവേകിൻ്റെ കൂടെ തന്നെയായിരിക്കും എന്നൊക്കെ രണ്ടുപേരും കൂടി പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുന്ന വിവേക് വീണ്ടും വിഷമത്തിലാകുന്നു.
അപ്പോൾ വർഷയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നു, അടുത്ത ബർത്ത്ഡേക്ക് നീ എൻ്റെ കൂടെ ഉണ്ടാവും, ഇനി അങ്ങോട്ടും ഉണ്ടാവുമെന്ന്. പക്ഷേ ആ വാക്ക് എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല. ഓരോ ദിവസം കൂടുന്തോറും എന്നിൽ നിന്നുള്ള പ്രതീക്ഷകളെല്ലാം തന്നെ മാഞ്ഞു പോയിട്ടിരിക്കുകയാണ് വർഷ എന്ന് പറയുന്നു. ആ സമയത്ത് അഭിയും നമ്മുടെ ശിവയും കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താ വിവേക് ഇങ്ങനെ പറയുന്നത്? വിവേക് ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ശരിയാവുക? നമ്മുടെ വർഷം എത്രയും പെട്ടെന്ന് തിരിച്ചു വരികയെ. ഇന്നലെ കാണിച്ചതെല്ലാം തന്നെ ഒരു സന്തോഷ വാർത്ത നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം. അത് വിവേകിനോട് ഞാൻ പറഞ്ഞതല്ലേ, വിവേക് കണ്ടതുമല്ലേ, എന്താണ് ഇങ്ങനെ പ്രതീക്ഷ ഒട്ടും വിട്ടു പോകരുത്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും എൻ്റെ പ്രതീക്ഷ കൈവിടില്ല, എൻ്റെ വർഷം തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ എന്തായാലും വരട്ടെ, അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറയുന്നു. പിന്നെ വർഷ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വിവേക് പറയുന്നുണ്ട്. നാളേക്ക് ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് നീ ആലോചിച്ച് കണ്ടുപിടിച്ച് നിന്നോട്ടോ, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടാണ് വിവേക് പോകുന്നത് കേട്ടോ. അതേസമയം നിരഞ്ജനയും കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ഒരു ടീമായിട്ട് തന്നെ അവർ പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉറവിടം, അവരുടെ വേര് എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കൊടുക്കുന്ന ആൾക്കാർക്കൊന്നും അവരാരാണതിൻ്റെ പുറകിലുള്ളതെന്ന് അറിയില്ല. അവർ പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് വേരടക്കം ഒന്നായിട്ട് തന്നെയാണ് കിട്ടേണ്ടത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിലേ നമുക്കിത് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും വിദ്യാർത്ഥിയുടെ കയ്യിലും ഹോട്ടലിലേക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ മയക്കുമരുന്ന് എത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉറവിടം അവിടെയാണ് നമുക്ക് പിടികിട്ടേണ്ടതെന്ന് പറയുന്നുണ്ടോ. അതിനുവേണ്ടി എല്ലാവരും സത്യസന്ധതയോടുകൂടി തന്നെ പ്രവർത്തിക്കണമെന്നും നിരഞ്ജന അവരോട് പറയുന്നുണ്ട്. നിരഞ്ജനയ്ക്ക് ചെറിയൊരു സംശയങ്ങൾ പല സ്ഥലത്തുമായിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. ഒന്നാമത് ശരത്തിന് നല്ല അറിയാം, അതായത് എന്തൊരു അപാകത മണക്കുന്നുണ്ടെന്നുള്ളത്. കാരണം അയാൾ തന്നെ വർഷയെ വണ്ടി ഇടിക്കുന്നതും അയാൾ തന്നെ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒരു മൈൻഡിൽ നിരഞ്ജന ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വിവേകിൻ്റെ മനസ്സിലും ചെറുതായിട്ടൊരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നിരഞ്ജന പറയുന്നുണ്ട്, നമുക്ക് ഒത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സാവകാശമാണെങ്കിലും അതാരൊക്കെയാണെന്നുള്ളത് പിടികൂടാൻ സാധിക്കുമെന്നും നമുക്കതിന് വേണ്ടിയിട്ട് ടീം വർക്കായിട്ട് പ്രവർത്തിക്കാമെന്നും പറയുന്നു. പിന്നെയും കാണിക്കുന്നത് ശരത്തിനെയാണ് കേട്ടോ. ശരത്തിനെ കാണിക്കുമ്പോഴത്തേനും ശരത്തിനും അവൾക്ക് മനസ്സിലായി എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന്. ആ സമയത്ത് കാവേരി വരുന്നുണ്ട് കേട്ടോ. എന്തായി, ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ സാധിക്കാനാ, അവിടെ ആ ഒരു വിവേക് ആ സമയത്ത് വന്നു, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാണ്, ആ സമയത്ത് വിവേക് വന്നതോടു കൂടി തന്നെ ഞാനത് പെട്ടെന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നല്ലൊരു അവസരമായിരുന്നു ഇന്ന് നമ്മുടെ മുന്നിൽ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വർഷയുടെ ഓർമ്മ പൂർണ്ണമായിട്ടും നശിച്ചു പോകുമായിരുന്നു. അവൾക്ക് ഓർമ്മയുണ്ടെന്ന് തന്നെ അവൾക്കേ അറിയില്ല എന്ന രീതിയിലാണല്ലോ ഡോക്ടർ പറഞ്ഞത്. എന്തായാലും അതിന് സാധിച്ചില്ല. എന്തായാലും എനിക്ക് അതിനോടുള്ള ദേഷ്യമാണ്. പെട്ടെന്ന് ആ സമയത്ത് വിവേക് ഇങ്ങോട്ട് കയറി വന്നില്ലെങ്കിൽ ഇന്നത്തോടു കൂടി തന്നെ അതിനൊരു തീരുമാനമാക്കുമായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും വർഷയെ അങ്ങനെയൊന്നും തളർത്താൻ ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഉറപ്പാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.